പള്ളിക്കരയിലെ കർത്തമ്പാടി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കരയിലെ പ്രമുഖ കർഷക കുടുംബമായ കർത്തമ്പാടി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഒന്ന് കൂടിച്ചേരാനും പരസ്പരം അറിയാത്തവരുണ്ടെങ്കിൽ അറിയാനും പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങളാണ്. കാരണം അത്തരം അവസരങ്ങളാണ് നമുക്കിപ്പോൾ കുറഞ്ഞു പോകുന്നത്. മുമ്പൊക്കെ വീടുകളിൽ എന്തെങ്കിലും പരിപാടി കല്യാണമായാലും മറ്റെന്തെങ്കിലും വിശേഷങ്ങളുണ്ടായാലും എല്ലാവരെയും ക്ഷണിക്കും, എല്ലാവരും ഒത്തുചേരും, കാര്യങ്ങൾ പരസ്പരം അന്വേഷിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നൊരു പ്രവണതയുണ്ടായിരുന്നു. അത് 1-2 ദിവസങ്ങൾ ആ വീട് തങ്ങി കാര്യങ്ങളൊക്കെ എന്തിനാണോ അവർ ഒത്തുകൂടിയത് അതൊക്കെ നിർവഹിച്ച് മാത്രമേ പോകാറുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും നമുക്ക് സമയമില്ല. അണുകുടുംബം എന്ന രീതിയിൽ കാര്യങ്ങൾ മാറി. എല്ലാവരും കല്യാണം കഴിഞ്ഞതോടുകൂടി സ്വന്തം വീട്, സ്വന്തം ഭാര്യ, മക്കൾ എന്ന രീതിയിൽ വേറെ വേറെ വീടുകളെടുത്ത് താമസം തുടങ്ങിയതോടുകൂടി ഒത്തുചേരാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞു വരികയാണ്. ഇപ്പോഴത്തെ കല്യാണ രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഓഡിറ്റോറിയങ്ങളിലാണ് പലപ്പോഴും കല്യാണം നടത്തുന്നത്. ക്ഷേത്രങ്ങളിൽ ഓഡിറ്റോറിയങ്ങളിൽ കല്യാണം നടക്കുമ്പോൾ കല്യാണ മുഹൂർത്തത്തിൽ കുറച്ച് മുമ്പ് അല്പം ദൂരെയുള്ള ബന്ധുക്കളൊക്കെ ആ സമയത്ത് അവിടെ വരും. അവിടുത്തെ ചടങ്ങുകളൊക്കെ പങ്കെടുത്ത് വധുവരന്മാരെ ആശീർവദിച്ച് ഭക്ഷണം കഴിച്ച് അപ്പോൾ തന്നെ തിരിച്ചു പോകുന്ന സ്ഥിതിയാണ്. കാരണം ആർക്കും സമയമില്ല. അവരവരുടെ വീടുകളിൽ മാറി നിൽക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന പല വേദികളും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന അംഗം പി കുമാരൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് പള്ളിക്കര, കുമാരൻ അച്ചേരി, ടി കെ പ്രദീപ് കുമാർ, പി ഭാസ്കരൻ, പി കിഷോർ കുമാർ, ടി ജി ബാലചന്ദ്രൻ, മോഹനൻ അച്ചേരി, പി മുരളീധരൻ, ഗണേശൻ ചെണ്ട, ടി കെ പ്രതീഷ്, ടി കെ പ്രസന്നകുമാർ, ടി കെ പ്രമോദ്, ടി കെ രമേശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.